ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു കേക്ക് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോയത് ഒരു 1.5 ഡെലിവറി ആയിരുന്നു. കാരണം നല്ല പേടിക്കലാണ് കേട്ടോ പേടിച്ചത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഡിസൈനിൽ വരുന്ന കേക്കുകൾ കുറവാണ് വന്നിട്ടുള്ളത്. വിൻറ്റേജ് കേക്ക് എന്ന് അങ്ങനെ എന്തോ അല്ലേ ഈ കേക്കിന് പറയാം. നമുക്ക് ഇങ്ങനത്തെ മോഡൽ വന്നിട്ടുള്ളത് കുറവാണ്. അപ്പോൾ നമ്മൾ കേക്കിൽ കൊടുത്തിട്ടുള്ള കളറ് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും പിന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള 2 കളറാണ് കേട്ടോ അവർ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറഞ്ഞത്. നമുക്ക് റെഫറൻസ് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ബ്ലൂ കളറായിരുന്നു കേട്ടോ കേക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മളുടെ ഷെഫ് മാസ്റ്ററിൻ്റെ പർപ്പിളും പിന്നെ മാജിക്കിൻ്റെ ലാവൻഡറും പിന്നെ അതിൽ കൂടെ കുറച്ച് ബ്ലൂ കളറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. സ്കൈ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തപ്പോഴാണ് നമുക്കൊരു ഈ കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അല്ലാണ്ട് കറക്റ്റ് ആ കളറല്ല വന്നിരുന്നത്, ഒരു റെഡ് കലർന്ന ഒരു കളർ പോലെയൊക്കെയാണ് കിട്ടിയിരുന്നത്. അപ്പം ഞാനങ്ങനെ ആ 3 കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കളറൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെറിയൊരു നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഞെറിഞ്ഞെറിയ പോലെ ഒരു ഡിസൈൻ കൊടുത്തു. പിന്നെ ആ ഒരു കളറിന് തന്നെയാണ് കേട്ടോ, നമ്മൾ ആ മിക്സ് ചെയ്ത കളറിന് തന്നെ ലൈറ്റ് ഡാർക്ക് അങ്ങനെ ആയിട്ടാണ് കേക്കിൽ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തു. പിന്നെ സൈഡിൽ നമ്മൾ ഡ്രീം കേക്കിൻ്റെ ടിന്നില്ലേ അതിൻ്റെ മൂടി എടുത്തിട്ട് ജസ്റ്റ് ഒരു അടയാളം കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെയാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ അത്യാവശ്യം നീറ്റായിട്ടൊക്കെ തന്നെ കിട്ടിയിട്ട് അപ്പോൾ നമുക്ക് അയച്ചു തന്ന കേക്ക് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ 7 ഇഞ്ചിൽ ചെയ്ത 1 kg കേക്കായിരുന്നു. അപ്പോൾ ഇത് അത്രയ്ക്കും അങ്ങോട്ട് ഹൈറ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ 6 ഒഴിച്ചാൽ കിട്ടിയാൽ പിന്നെ അതുമല്ലൊക്കെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത്രയും ഹൈറ്റ് ആക്കണ്ട, പിന്നെ അതിന് ബോക്സ് കാര്യങ്ങളൊക്കെ മാറില്ലേ. അപ്പോൾ അവർക്കാണെങ്കിൽ അധികം ബഡ്ജറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കിന് അധികം റേറ്റ് ആവണ്ട, നമ്മൾ സാധാരണ കൊടുക്കുന്ന ആ ഒരു റേറ്റിൽ ഒതുങ്ങണ പോലെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ പണിക്കൊന്നും പോയില്ല. അങ്ങനെ നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കേക്കൊക്കെ സെറ്റാക്കി തലേ ദിവസം തന്നെ ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും പേടിക്കുന്നത് ഒരു കേക്ക് ഡെലിവറിക്ക് പോയിട്ട്. അങ്ങനെ നമുക്ക് ബീച്ചിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു ഈ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നത്. അപ്പം ബ്രൈഡും ഗ്രൂമും കൂടെ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളുടെ അടുത്ത് ഇങ്ങനെ തീമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അപ്പം ഞാനിങ്ങനെ ഫോട്ടോ പ്രിൻ്റ് അങ്ങനെ വല്ലതും വെച്ചിട്ട് ചെയ്യാം. ഫോട്ടോ പ്രിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാൻ പറ്റാത്ത ഫോട്ടോ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ വിട്ടുകൊടുത്തു. പിന്നെ അവരാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കേക്കിൻ്റെ മോഡൽ നമുക്ക് അയച്ചു തരുന്നത് കേട്ടോ. ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തലേദിവസം തന്നെ ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനൽ ഡെക്കറേഷനൊക്കെ നമ്മൾ കൊടുക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുന്നേ കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കേക്കെല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ബീച്ചിൻ്റെ അവിടെയാണ് കേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളോട് നമ്മുടെ അടുത്തുള്ളൊരു ബീച്ചിൻ്റെ അവിടേക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് അവർ കളക്ട് ചെയ്തിട്ട് വേറെ ബീച്ചിൽ പോയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് മിക്കപ്പോഴും കേക്ക് ഓർഡർ വരുമ്പോൾ മിക്ക കേക്കുകളും ഞാൻ ഡെലിവറി ചെയ്യാൻ പോകാറ് നമ്മൾ ബീച്ച് സൈഡിൽ കൂടെ ആയിരിക്കുള്ളൂ കേട്ടോ. ഹൈവേ കൂടെ അധികം അങ്ങനെ പോകാറില്ല. മോളും കൂടെ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടി പോലെയാണ്. അപ്പോൾ നമ്മൾ ബീച്ച് സൈഡ് നോക്കിയിട്ടൊക്കെയാണ് പോകാറ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബീച്ചാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ മിക്കപ്പോഴും എനിക്ക് വാണൻപള്ളി ബീച്ചിൽ നിന്നൊക്കെ ഓർഡർ വരാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അതിൽ കണ്ടിട്ട് പോകാറ്. അപ്പോൾ അങ്ങനെ അതിലെ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നല്ല സന്തോഷത്തിൽ നമ്മൾ പോയിരുന്നു. അപ്പോഴാണ് ഒരു സ്കൂൾ വണ്ടി നല്ല സ്പീഡിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് കൊടുക്കാൻ നോക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ റോഡ് പൊളിച്ചിട്ടിട്ട് ആകെ നാശമായി കിടക്കുകയാണ് കേട്ടോ. അവർ പിന്നെ റോഡ് റെഡിയാക്കാണ്ടൊക്കെ ആകെ പുഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ വണ്ടിയാണെങ്കിൽ അധികം സൈഡ് തരാണ്ട് നല്ല സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ റോട്ടിൽ നിന്ന് കുറച്ചിങ്ങനെ അതിലേക്ക് ഇറക്കി, ആ മണ്ണിലേക്ക് ഇറക്കി. അങ്ങനെ കുറച്ചൊന്ന് പോയപ്പോഴേക്കും നല്ല പൂഴി ഉണ്ടായിരുന്നു, അതിലങ്ങോട്ട് സ്ലിപ്പായിട്ടാണ്. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ മോള് എൻ്റെ മേത്ത് വന്ന് മുട്ടി. അപ്പോൾ കേക്ക് ഞങ്ങളുടെ 2 ആളുടെയും ഇടയിലായിരുന്നു. അപ്പം മോള് പറഞ്ഞു, ഉമ്മ എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, കേക്ക് സാൻഡ്വിച്ച് ആയി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നല്ലൊരു അതായത് ബോക്സ് നന്നായിട്ട് അമുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് വലിയ ബേസായ കാരണം വല്ലാണ്ടൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിൽ പറ്റിയെന്നുള്ളത് അറിയില്ലല്ലോ, വേറെ ചെയ്യാനുള്ള ടൈമും ഇല്ല. അവരാണെങ്കിൽ കടപ്പുറത്തെല്ലാം സെറ്റാക്കി നിൽക്കണ് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ആൾക്കാർ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്, ഇവരിതും കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കണം. ആ ടൈമിലാണ് പിന്നെ ക്രീമൊക്കെ നമ്മൾ ഈ ഐസ് പിടിച്ചിരിക്കുന്ന ക്രീം മെൽറ്റാക്കി അല്ലെങ്കിൽ വേറെ സ്പോഞ്ച് അടിക്കേണ്ടി വന്നതിന് എന്ത് ചെയ്യും, എല്ലാം കൂടെ ആകെ കിളിപോയൊരവസ്ഥയായിരുന്നു. അങ്ങനെ മോള് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നെഞ്ചൊക്കെ കിടന്ന് ഇടിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് കോലെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഓപ്പൺ ആക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മൂലയിൽ നിന്ന് ചെറുതായിട്ടൊരു ക്രീം ഇങ്ങനെ 2 വര പോലെ ബോക്സുമ്പോൾ ആയിട്ടുണ്ട്. അത് വലിയ ബേസായ കാരണം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അപ്പോൾ നല്ല ടെൻഷൻ അടിച്ചൊരു കേക്കായിരുന്നത്. നമ്മൾ ഫസ്റ്റ് ടോപ്പിൽ വരച്ചില്ലേ ഒരു ഞെറി പോലെ, ആ ഒരു ക്രീമാണ് കേട്ടോ ടച്ച് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് സമാധാനമായിട്ട്, കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും കേക്ക് കൊള്ളായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ബോക്സിൽ നിന്നൊക്കെ തുടച്ച് കളഞ്ഞു. പിന്നെ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ഒരു സൈഡിൽ നിന്നല്ലേ പോയത്, അത് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം.